What is the clutch biting point? എൻ്റെ ഫുഡ് മൂവ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫായി പോകുന്നുണ്ടോ? എങ്കിൽ ഓഫ് ആകാതെ വണ്ടി മുന്നോട്ടെടുക്കുവാനുള്ള ചില സിമ്പിൾ ട്രിക്കുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചു തന്നെയാണ് പഠിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റ്? ഈ ഒരു കാര്യം നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്കൊരു വാഹനം നല്ല രീതിയിൽ ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC. ഇനി നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും അതിനോടൊപ്പം തന്നെ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്താണ് നമ്മളൊരു വാഹനം എടുക്കുന്നത്. അപ്പോൾ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്ലച്ച് എത്രയധികം അയക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ആ ഒരു വൈബ്രേഷൻ, വണ്ടി റൺ ചെയ്യാൻ തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനം നിരപ്പത്താണെങ്കിലും കയറ്റത്താണെങ്കിലും മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഫുൾ ക്ലച്ച് അമർത്തുകയാണ്. ഓൾറെഡി വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്, ഗിയറിലാണ് കിടക്കുന്നത്. ഓക്കെ, ഫുൾ ക്ലച്ച് അമർത്തി. ഇനി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് എത്രയധികം സാവധാനം അയക്കാമോ അത്രയും സ്ലോ ആയിട്ട് നിങ്ങൾ കാലയക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാലിൻ്റെ വേഗത കൂടുന്നത് കൊണ്ടാണ് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത്. അതായത് ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ കൈ മെല്ലെ അയക്കാം. ക്ലച്ചിൽ നിന്ന് ഞാൻ ഏറ്റവും സാവധാനമാണ് അയക്കുന്നത്. നമ്മളിങ്ങനെ അയച്ചു വരുമ്പോൾ ആദ്യമായിട്ട് വണ്ടി മുൻപോട്ട് പോകാൻ കാണിക്കുന്ന ആ ഒരു വൈബ്രേഷൻ ലെവൽ, ഇത് നിങ്ങൾ എപ്പോഴും ഒരു വാഹനത്തിൽ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരു വാഹനം മാറി ഓടിക്കുന്ന അവസരങ്ങളിലും ഈ ക്ലച്ചിൻ്റെ ആ റണ്ണിങ് പോയിന്റ് അല്ലെങ്കിൽ ആ വൈബ്രേഷൻ ലെവൽ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാണ് മറ്റൊരു വാഹനം നമ്മൾ ഓടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ക്ലച്ചിനോടടുത്ത് ഞാൻ കൈ അയച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്രയധികം ക്ലച്ചിൽ നിന്ന് കാലയച്ചോ അത്രയധികം തന്നെ നമ്മൾ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആക്സിലറേറ്റർ മുന്നോട്ട് താക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ഹാഫ് ആക്സിലറേറ്റർ മുന്നോട്ട് ഞാൻ താത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകാതെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ, വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു വൈബ്രേഷൻ ലെവൽ മനസ്സിലാക്കുക. പിന്നെ എത്രയധികം ആക്സിലറേറ്റർ കൊടുത്താൽ ഒരു വണ്ടി മുന്നോട്ട് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ ചെയ്യുന്നത് വണ്ടി പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോയാണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. എൻ്റെ ഫുഡ് മൂവ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കൊടുത്തേക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രേക്കിൽ നിന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കാല് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രേക്കിൽ നിന്ന് കാൽ അയക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വണ്ടി ഒരു നിരപ്പത്താണെങ്കിൽ പോലും ചെറിയ ഒരു സ്ലോപ്പ് എങ്ങോട്ടേലും ഉണ്ടാകും. ഒന്നെങ്കിൽ മുന്നോട്ടായിരിക്കും അല്ലെങ്കിൽ പുറകിലേക്കായിരിക്കാം. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് വാഹനം നിങ്ങൾക്ക് മുന്നോട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ വണ്ടി പുറകോട്ട് പോകാം, ചിലപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിനെ ബ്രേക്കിൽ നിന്ന് ഒന്ന് കാലയക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാല് അയച്ചു, മൊത്തത്തിൽ കാല് മാറ്റി. ഇപ്പോൾ ഓൾറെഡി നല്ലൊരു നിരപ്പത്താണ് വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സൈഡിലേക്കും ഉരുളുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, മെല്ലെ നിങ്ങളുടെ കാലെടുത്ത് ആക്സിലറേറ്ററിൽ വെക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ആക്സിലറേറ്ററിൽ കാലെടുത്ത് വെച്ചു. ഇനി നിങ്ങൾ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. അതിന് ഞാനിത് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാൽ അയക്കുകയാണ്. സാവധാനത്തിലാണ് അയക്കുന്നത്. ഓക്കെ, മെല്ലെ കാൽ അയക്കുന്നു. ഓക്കെ, ഓക്കെ, ഇപ്പോൾ വണ്ടി ചെറുതായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്ന ആദ്യത്തെ ഒരു പോയിന്റിലാണ് വണ്ടി നിൽക്കുന്നത്.
ഇവിടുന്ന് വീണ്ടും ഞാൻ കാലയക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങും. ഇപ്പോൾ വണ്ടി ആ മുന്നോട്ട് നീങ്ങാൻ കാണിക്കുന്ന ആ വൈബ്രേഷൻ ലെവലിലാണ് വണ്ടി നിൽക്കുന്നത്. വണ്ടിയിൽ ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ക്ലച്ച് ചവിട്ടി എൻ്റെ ഇടത്തെ കാലിൽ അത് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുക. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി റൺ ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിക്കാം. എൻ്റെ കാലിപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഗിയർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രേക്കിൽ നിന്ന് ചെറുതായിട്ട് കാലൊന്ന് അയച്ചു കൊടുക്കുന്നു. വണ്ടി എങ്ങോട്ടേലും റൺ ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ്. ബ്രേക്കിൽ നിന്ന് അയച്ചു, വണ്ടി എങ്ങോട്ട് റൺ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കാലെടുത്ത് ആക്സിലറേറ്ററിൽ വെച്ചു. അതിനുശേഷം ഞാൻ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആക്സിലറേറ്റർ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു വൈബ്രേഷൻ ലെവലിൽ വണ്ടി എത്തിയത്. അതിനുശേഷം ഞാൻ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, വണ്ടി റൺ ചെയ്ത് മുന്നോട്ട് നീങ്ങി. വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. വണ്ടി പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വണ്ടി മുൻപോട്ട് എടുക്കുമ്പോൾ പലപ്പോഴും വണ്ടി ഇടിച്ചിടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എളുപ്പത്തിൽ എടുക്കുവാൻ, അതായത് ഒരു നിരപ്പ് റോഡിൽ എളുപ്പത്തിൽ എടുക്കുവാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു വണ്ടി മുൻപോട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഇങ്ങനെയല്ല ഒരു വണ്ടി കയറ്റത്തെടുക്കുന്നത്. കയറ്റത്തെടുക്കാൻ കുറെ കൂടെ പാടാണ്. ഓൾറെഡി കയറ്റത്ത് എങ്ങനെ ഒരു വണ്ടി എടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് മേളിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കയറി കാണുക. നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ ഒരു നിരപ്പത്ത് നിങ്ങൾ വണ്ടി എടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ്, അതായത് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ആദ്യമായിട്ട് വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ക്ലച്ച് മാത്രം റിലീസ് ചെയ്തല്ല ഒരു വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പേജ് ഉണ്ട്. പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.